എൻ്റെ പേര് സുഹേൽ എന്നാണ്. ഞാൻ ആക്ച്വലി ഇത് ഞങ്ങളുടെ തറവാടാണ്. നമ്മൾ പണ്ട് കളിച്ച് വളർന്ന നമ്മുടെ ഒരു സ്പേസ് ആണിത്. ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും വളർന്ന സ്ഥലമാണ്. നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഇത് പണ്ട് തൊട്ടേ ആക്ച്വലി അവർക്ക് ഫാമിംഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആക്ച്വലി പുള്ളിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഫാമിംഗിൽ നിന്നാണ്. പുള്ളി പണ്ട് ലോങ് ബാക്ക് നമുക്ക് അറൗണ്ട് ഒരു 100 അടുത്ത് കൗസ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നു. കാരണം പണ്ട് ഇത് ഇങ്ങനെ ആയിരുന്നില്ല, നമുക്ക് ഫുൾ റബ്ബർ ക്രൗഡഡ് ആയിരുന്നു. നമ്മുടെ എൻറ്റയർ പ്രോപ്പർട്ടി ഫുള്ളി ക്രൗഡഡ് ബൈ റബ്ബർ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് നിയർ ടു 100 കൗസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡെമിനിസിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്ക് ആർക്കും ഇതിലോട്ട് അങ്ങനെ അവർക്കൊന്നും പാഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം അവരുടെ ജനറേഷൻ ഇത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജനറേഷൻ ആയപ്പോൾ ആക്ച്വലി എനിക്കും എൻ്റെ കസിൻസിനൊക്കെ നമ്മൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്നൊന്ന് ഗ്രോ ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കും കുഞ്ഞിലേ തൊട്ട് ആഗ്രഹം ഉണ്ടായി. പിന്നെ നമ്മൾ ആക്ച്വലി ഫ്രം ചൈൽഡ്ഹുഡ് നമ്മൾ പെറ്റ് ലവേഴ്സും കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓൾറെഡി വേറെ കുറേ പെറ്റ്സ് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഹോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പെറ്റ്സും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പാരറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാഷനിൽ നിന്ന് പിന്നെ നമുക്കൊരു റവന്യൂ കൂടി ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഇതായപ്പോൾ നമ്മൾ പാർട്ട് ടൈം നമ്മളിപ്പോൾ ഒരു പശുവിന് നമ്മൾ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ 1 എന്നുള്ളത് 2 ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബ്രീഡ് ചെയ്ത് പിന്നെ അത് 4, 5 ആയി. അങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഗ്രോ ചെയ്തത്. നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓവറോൾ എക്സ്പെൻഡിച്ചർ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ മോർ റവന്യൂ ജനറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്താ പറയുക, നമുക്ക് ലൈക്ക് റവന്യൂ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റവന്യൂ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ റവന്യൂസ് നമ്മുടെ മീറ്റപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം മേജർ ബിസിനസ് മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റവന്യൂ വരുന്നുണ്ട്. അതല്ലാണ്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക കൗഡങ്കിൽ നിന്ന് നമ്മൾ രണ്ടുണ്ട്. നമുക്ക് കമ്പോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഡ്രൈ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ റോ കൗഡങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആക്ച്വലി നമുക്കൊരു വൻ റവന്യൂ ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അറൗണ്ട് നമ്മളൊരു 3 o'clock ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ബായ് ഫാമിലി ഉണ്ട്, ഒരു ഹസ്ബൻഡ് വൈഫാണ്. അപ്പോൾ അവർ രാവിലെ ഒരു 3 o'clock ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. ഫസ്റ്റ് നമുക്ക് അവിടെ ഷെഡ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുളിപ്പിക്കും, പശുവിനെ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. നമ്മൾ ഫീഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് KS എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫീഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചരുവത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു ബേസിനിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൊടുക്കും. അല്ലാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡ്രിങ്കിങ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഫീഡ് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പിന്നെയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ വൈക്കോൽ കൊടുക്കും, അല്ലെങ്കിൽ ഗ്രാസ് കൊടുക്കും. ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറവ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഫാമിലി ഹസ്ബൻഡും വൈഫും രണ്ടുപേരും കറക്കും. അപ്പോൾ രണ്ടുപേരും ഓരോ സൈഡിൽ നിന്ന് കറവ സ്റ്റാർട്ട് ചെയ്ത് അറൗണ്ട് നമ്മളൊരു 5 o'clock ഒക്കെ ആകുമ്പോഴേക്കും 5:30 ആകുമ്പോഴേക്കും നമ്മൾ കറവ കഴിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെയിലി ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ നമ്മൾ കറന്നുകൊണ്ടിരുന്ന പാൽ ഡയറക്റ്റ് നമ്മൾ പാക്ക് ചെയ്യും. പിന്നെ ബാക്കിയുള്ള പാല് നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. രാവിലത്തെ സെഷൻ കഴിയും. പിന്നെ നമുക്ക് ഉച്ചക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെയും അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ലൈക്ക് അറൗണ്ട് 11:30 ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. അത് സെയിം പ്രോസസ്സാണ്. നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യും, പിന്നെ കുളിപ്പിക്കും, ഫീഡ് കൊടുക്കും, അത് കഴിഞ്ഞ് കറക്കും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത് രാവിലത്തെ മോർണിംഗ് സെഷനിലാണ്. അറൗണ്ട് ഒരു 12+ നമുക്ക് ആവറേജ് ഒരു പശുവിൽ നിന്ന് കിട്ടും. ഈവനിങ് ആകുമ്പോഴൊക്കെ അറൗണ്ട് ഒരു 8 to 10 ലിറ്ററാണ് നമുക്ക് ആഫ്റ്റർനൂൺ കിട്ടുന്നത്. പിന്നെ നമുക്ക് 2 ബ്രീഡാണ് ഇപ്പോൾ ഉള്ളത്, മെയിൻലി HF, ജേഴ്സി. അപ്പോൾ രണ്ടിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്.
ഇപ്പോൾ HF-നാകുമ്പോൾ നമുക്ക് കുറച്ച് ഫാറ്റ് കുറവായിരിക്കും മിൽക്കിൽ, പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ജേഴ്സി ആകുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റാണ്, കുറച്ച് ക്വാണ്ടിറ്റി കുറയും ബട്ട് ഫാറ്റ് കൂടും. പക്ഷേ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ഒരു ഈക്വലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു ആവറേജ് ഡേ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഫാമിങ്, അതായത് ഞാനും എൻ്റെ കസിൻസ് എങ്ങനെ നമ്മൾ ഇതിലോട്ട് വന്നതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കുഞ്ഞിലേ തൊട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആക്ച്വലി കോയമ്പത്തൂർ, അതേപോലെ തന്നെ തേനി, കമ്പം ആ സൈഡിലൊക്കെ ആക്ച്വലി നമുക്ക് കുറേയും നമുക്ക് കൂടുതലും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സമയത്ത്, അതായത് ഇന്ത്യയിൽ ആ സമയത്ത് ജേഴ്സി ഇല്ല. അപ്പോൾ ആ സമയത്തെ നമുക്ക് ആ ഒരു ഏരിയകളിൽ കൗസിന് ഭയങ്കര പ്രൊഡക്ഷൻ കൂടുതലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞിലോട്ട് ലോറിയിലൊക്കെ പോയി അങ്ങനത്തെയൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് തേനിയൊക്കെ ഇപ്പോഴെന്ന് വെച്ചാൽ റോഡൊക്കെ വൈഡൻ്റാണ്, ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പോവാം. പക്ഷേ ആ സമയത്തെന്നൊക്കെ വെച്ചാൽ ചെറിയ റോട്ടിൽ കൂടെയൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ നമുക്കൊരു നമുക്ക് അഡ്വഞ്ചർ ക്രൈസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇങ്ങനത്തെ ട്രിപ്സ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കറക്കുന്ന സമയത്ത് ഫസ്റ്റ് ബേബീസിനെ ഫീഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കത്തുള്ളൂ. കാരണം അവർക്കുള്ളത് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ജനറലി ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനീസൊക്കെ നോക്കുകയാണെങ്കിൽ മാസ് പ്രൊഡക്ഷൻ, മിൽക്കിൻ്റെ മാസ് പ്രൊഡക്ഷൻസ് ഉള്ളിടത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ബേബീസിനെ സെപ്പറേറ്റ് ചെയ്തേക്കാണ് മമ്മിയുടെ അടുത്തുനിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജനറലി ആ ഒരു എന്താ പറയുക, അത് ബേസിക്കലി ഒരു മിൽക്ക് മേക്കിംഗ് മിഷനായി മാറാണ്. നമുക്ക് കൗ എന്ന് പറയുന്നത് അതിന് കുറച്ച് നാച്ചുറൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഇതൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു മിൽക്കിന്, അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നാടൻ കൗസിന് പ്രോട്ടീൻസും അതേപോലെ തന്നെ ഇതൊക്കെ കൂടുതൽ. കാരണം നമുക്ക് ആ ഒരു മിൽക്കിൻ്റെ വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും എല്ലാം കൂടുതലും നമുക്ക് ഓവറോൾ നമ്മുടെ ഗ്രോത്തിന് നല്ലത് അതാണ് കമ്പയർഡ് ടു മാസ് പ്രൊഡ്യൂസ് മിൽക്സ്. നമുക്ക് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് അങ്ങനെ വരുന്നില്ല. നമുക്ക് മെയിനായിട്ട് ഈ വേസ്റ്റിൻ്റെ ഒരു കുളിപ്പിക്കുമ്പോഴേക്കുള്ള വെള്ളത്തിൻ്റെയൊക്കെ വേസ്റ്റേജ്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് പാരൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്തൊന്നും ഇത്ര വീഡിയോകളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പുതിയ വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് വേറെ പുല്ല് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി തന്നെ നമ്മൾ പുല്ല് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ്, അതായത് സ്മോൾ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പശുവിനൊക്കെ ഫീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് മേജർലി വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ തന്നെയാണ് അതിന് ഇറിഗേഷനായിട്ട് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൽ. മേജർലി നമുക്ക് എല്ലാം എൻഡ് ടു എൻഡ് എല്ലാം ഇവിടുത്തെ ഇതുകൊണ്ട് തന്നെ കവറായി പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പുല്ലിൻ്റെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൗവിൻ്റെ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതും നമുക്ക് ആക്ച്വലി അതിന് നല്ല ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് തന്നെ പുല്ലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് 3 റീസൺസ് ഉണ്ട്. ഒരെണ്ണം നമുക്ക് മേജർലി ഡൈജഷനാണ്, സെക്കൻഡ്ലി വേസ്റ്റേജ് കുറയ്ക്കാനാണ്, തേർഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്പേസും യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ചെറുതാക്കി കൊടുത്തതിന് സ്പേസ് യൂട്ടിലൈസേഷനും നല്ലതായിട്ട് നടക്കും. പശുക്കൾക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇവിടെ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരിവിടെ വരും. ഇപ്പോൾ നമുക്ക് ബ്രീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട് അവർ വരും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴേക്കും അവർ വരും. അപ്പോൾ അതിൻ്റെ ഒന്നും വലിയ നമുക്ക് പ്രോബ്ലംസ് വരുന്നില്ല. പിന്നെ എന്തെങ്കിലും അസുഖം എന്തെങ്കിലുമൊക്കെ വരും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം ട്രീറ്റ്മെൻറ്റ്സ് അവർ വന്ന് നോക്കും, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ ഡിലേ വരും. അല്ലെങ്കിൽ അങ്ങനെ വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ പിന്നെ നമുക്ക് മേജർലി ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്ചറൈസേഷൻ മെഷീൻ. അപ്പോൾ അത് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രീമിയം സാധനം, നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമ്മൾ നോക്കുന്നത്, കുറച്ച് പ്രീമിയം സാധനമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആക്ച്വലി വേറെ എക്സ്ട്രാ ഇതൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല, ഇതിൽ നിന്നുള്ള ഇൻകം വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആ ഗ്രോത്തിൻ്റെ പാർട്ടായിട്ട് പാസ്ചറൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡിൽ ചെയ്യുന്ന നമുക്ക് അത് ആക്ച്വലി നമുക്ക് റോ മിൽക്ക് ഷോപ്സിലോട്ട് കൊടുക്കാൻ പറ്റില്ല അക്കോർഡിംഗ് ടു ലോ. അപ്പോൾ നമ്മളതിൽ നമുക്ക് പാസ്ചറൈസ് ചെയ്തിട്ട് വേണം അതിൻ്റെ മെഷീൻ വേണം. അപ്പോൾ ആ മെഷീൻ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ പ്ലാനിലുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഫ്രണ്ടിലുള്ള ടാസ്ക്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയെല്ലാം നമ്മൾ ഓൺ ട്രാക്കാണ്. സോ നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറായിട്ട് നമ്മളിപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ കാണുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല.